ഈ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസികൾ സർവീസ് ചാർജ് വാങ്ങുന്നു എന്ന് ചില കുട്ടികൾക്ക് പരാതിയുണ്ട്. അവർ പറയുന്നത് വേറെ കൺസൾട്ടൻസികളൊന്നും സർവീസ് ചാർജ് വാങ്ങുന്നില്ല, പക്ഷെ ചിലർ വാങ്ങുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണെന്നുള്ള ഞാൻ പറയാം. അതായത് നമ്മൾ UK, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അല്ലെങ്കിൽ ഫ്രാൻസ് പോലെയുള്ള ചില രാജ്യങ്ങളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ആ രാജ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് ഏജൻസിക്ക് കമ്മീഷൻ കൊടുക്കുന്നത്. എന്നാൽ നിങ്ങൾ അതേ സമയത്ത് യൂറോപ്പിൽ തന്നെയുള്ള ലാറ്റ്വിയ, ലിത്വേനിയ, പോളണ്ട് പോലെയുള്ള പല രാജ്യങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റികൾ ഇവിടെയൊക്കെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ ചെയ്തു തരുന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികൾക്ക് പ്രോഫിറ്റ് ഒന്നുമില്ല. അപ്പോൾ ഒരു ഏജൻസി റൺ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് അവർക്ക് കിട്ടണം. അങ്ങനെ പ്രോഫിറ്റ് കിട്ടാത്ത സമയത്താണ് അവർ കുട്ടികളുടെ കയ്യിൽ നിന്ന് സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കുന്നത്. അപ്പോൾ ഇതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല, ഇത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് അങ്ങനെ സർവീസ് ചാർജ് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിച്ച് അതിന്റെ സ്റ്റെപ്സ് ഒക്കെ മനസ്സിലാക്കി സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പഠിക്കാൻ പോകുന്ന രാജ്യത്ത് ഏത് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ് ഏറ്റവും കുറവ് സർവീസ് ചാർജിൽ ഇത് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളത് കണ്ടെത്തുക, അവർ വഴി ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക. ഇതൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാവുന്ന ആൾക്കാരോട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സുഹൃത്തുക്കൾ വിദേശത്ത് പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എൻ്റെ വാട്സാപ്പ് നമ്പറിൽ അറിയിക്കുക. നമ്പർ എൻ്റെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്.